ആശിക്കും ഭൂമി ആദിവാസിക്ക്. തുടിതാളവും ചീനിവാദ്യവും ഇടകലർന്ന സന്ധികൾ. കാലത്തിന്റെ ഉള്ളറകളിൽ നിന്നും ഗോത്രജീവിതം കൂടുപൊട്ടിച്ച് ഉണരുകയാണ്. മഹത്തായ പൈതൃകമുള്ള ആദിവാസികളുടെ സ്വന്തം നാടാണ് വയനാട്. വനവാസ ജീവിതത്തിന്റെ നിഴൽപ്പറ്റിയ ഭൂതകാലത്തിൽ നിന്നും ഇവരുടെ യാത്ര പുതിയ ഉയരങ്ങൾ തേടിയാണ്. കാടിനോട് ഇണങ്ങിച്ചേർന്ന് കാട്ടുവിഭവങ്ങൾ ശേഖരിച്ച് കാടിനോട് പിരിയാൻ മടിച്ചു നിന്നവരായിരുന്നു ഇവരുടെ മുൻ തലമുറക്കാർ. ജന്മി അടിയാൻ ജീവിത വ്യവസ്ഥയിൽ ഒറ്റപ്പെട്ടുപോയ ഇവരുടെ ജീവിതം പിൻകാലത്ത് നിറമില്ലാതെയായി. ഭൂമിയും വീടുമില്ലാതെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ ഒരു നൊമ്പരമായി. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമായ പണിയ സമുദായത്തിന്റെയും പ്രാക്തന ഗോത്ര വിഭാഗങ്ങളുടെയും ജീവിതമായിരുന്നു ഏറെ കഷ്ടം. കാലം മാറി. ആദിവാസികൾക്ക് ഇന്ന് പുതിയ പ്രതീക്ഷകൾ കൈവരികയാണ്. തലചായ്ക്കാൻ ഇടം വേണമെന്ന ആവശ്യങ്ങൾക്ക് UDF സർക്കാർ മുന്തിയ പരിഗണന നൽകി. ആശിക്കുന്ന ഭൂമി ആദിവാസിക്ക്. ആദിവാസികൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ സർക്കാർ ഇവർക്ക് വേണ്ടി ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതിക്ക് വയനാട്ടിൽ നിന്നും തുടക്കമായി. ഭൂമിയില്ലാതെയും കിടപ്പാടമില്ലാതെയും ജീവിതത്തോട് മുഖം തിരിച്ചു നിന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഇത് പ്രതീക്ഷയുടെ പൊൻകിരണമായി. സംസ്ഥാന സർക്കാർ 2013 സെപ്റ്റംബറിൽ പുറത്തിറക്കിയ ഉത്തരവിന് വിധേയമായി വയനാട്ടിൽ 330 ആദിവാസി കുടുംബത്തിന് 115.77 ഏക്കർ ഭൂമിയാണ് സർക്കാർ വിലയ്ക്ക് വാങ്ങി നൽകിയത്. സർക്കാരിൻ്റെ ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്ന പദ്ധതി പ്രകാരം പുൽപ്പള്ളി മുള്ളക്കൊല്ലി പഞ്ചായത്ത് TO ഓഫീസിൻ്റെ കീഴിൽ നിന്ന് 81 കുടുംബങ്ങൾക്ക് സ്ഥലം അനുവദിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. അവർക്ക് വീടും അനുവദിച്ചിട്ടുണ്ട്. എല്ലാ വീട് പണികളും പുരോഗമിച്ച് വരുന്നുണ്ട്. ഈ ആശിക്കും ഭൂമി ആദിവാസി എന്ന പദ്ധതി ഈ പട്ടികവർക്കാർക്ക് ഏറ്റവും വളരെ ഗുണപ്രദമായൊരു പദ്ധതിയാണ്. റോഡും വെള്ളവും എല്ലാമുള്ള കൃഷി ചെയ്ത് ജീവിക്കാൻ കൂടി പ്രാപ്തമായ ഈ ഭൂമിയിൽ ഇവരുടെ പുതിയ ജീവിതം വേരുറയ്ക്കുകയാണ്. മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നല്ല തുടക്കമാണ് വയനാട്ടിൽ നിന്നും വാർത്തയാകുന്നത്. ബത്തേരി താലൂക്കിൽ 87 കുടുംബങ്ങൾക്കായി 33 ഏക്കർ ഭൂമിയും മാനന്തവാടിയിൽ 67 കുടുംബങ്ങൾക്കായി 27 ഏക്കർ ഭൂമിയും വൈത്തിരി താലൂക്കിൽ 166 ആദിവാസി കുടുംബങ്ങൾക്കായി 51 ഏക്കർ ഭൂമിയുമാണ് ഇതിനകം വിതരണം ചെയ്തത്. ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ആദിവാസി പുനരധിവാസ മിഷനാണ് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ ഭൂമി വാങ്ങുന്നത്. ഏകദേശം വയനാട്ടിലെ ഒരു പട്ടികവർഗ ജനങ്ങൾക്ക് ഒരു വളരെയധികം ആശ്വാസമായി. ഇതിൽ നമ്മുടെ സർക്കാർ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഭൂമിയില്ല. മിച്ച ഭൂമിയാവുമ്പോൾ കോർട്ട് സ്റ്റേ ബാക്കി കേസിലെയാണ്. സോ ഈ പദ്ധതി തന്നെ ഒരു നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഭൂമി ഏകദേശം ആവറേജ് ആയിട്ട് 40-45 സെൻറ്റ് 50 സെൻറ്റ് വരെ ഒരു കുടുംബಕ್ಕೆ ഭൂമി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതൊരു വയനാട് ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി ഒരു വളരെയധികം ആശ്വാസകര പദ്ധതി ആയിട്ട് മാറി. ആദിവാസികളുടെ ജീവിതത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ പ്രകടമാവുകയാണ്. പ്രതീക്ഷകൾ പറ്റിയ മുഖത്ത് സന്തോഷത്തിന്റെ ചിരി പടരുന്നു. ഇവർ പറയുന്നു, ഞങ്ങളുടെ സർക്കാർ ഞങ്ങളോടൊപ്പം.